പീരീഡ്സ് ടൈമിൽ സെക്സ് ചെയ്യാമോ എന്നുള്ളത് പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. കപ്പിൾസ് രണ്ടുപേരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്സ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ പീരീഡ്സ് ടൈമിൽ ഫീമെയിൽസിന്റെ സെർവിക്സ് ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സെക്സ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇൻഫെക്ഷൻസ് വരാം. അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കൂടുതലായിട്ട് കാണപ്പെടാനായിട്ടും സാധ്യതയുണ്ട്. പിന്നെ ചില വ്യക്തികൾക്ക് എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു അബ്ഡോമിനൽ ക്രാംസും പെയിനും ഒക്കെ ഉണ്ടാവും. ഇത് ചെയ്യുമ്പോൾ വീണ്ടും പെയിൻ കൂടാനായിട്ടും സാധ്യതയുണ്ട്. ചില വ്യക്തികൾക്ക് ഈ പീരീഡ്സിന്റെ ടൈമിൽ സെക്സ് ചെയ്യുമ്പോൾ പെയിൻ കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ നമുക്കുള്ള മറ്റൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? മിക്കവരും ചിന്തിച്ചിരിക്കുന്നത് പീരീഡ്സ് ടൈമിൽ സെക്സ് ചെയ്താൽ പ്രഗ്നന്റ് ആവില്ല എന്നാണ്. ചില ആൾക്കാർക്ക് 28 സൈക്കിൾ പീരീഡ്സ് ഉള്ളവരുണ്ട്, മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവരുണ്ട്, ചിലർക്ക് 20 ഡേയ്സ് ഉണ്ടാവാറുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇപ്പൊ നമ്മൾ പീരീഡ്സ് ടൈമിൽ സെക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന സ്പേം ഏകദേശം 5 ദിവസം അത് ആ സ്പേം ലൈവായിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നിൽക്കും. അപ്പൊ ഈ ഓവുലേഷൻ ഡേ കുറവുള്ള ആൾക്കാർ, അപ്പൊ 20 ദിവസം ഒരു മെൻസ്ട്രൽ സൈക്കിളുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓവുലേഷൻ കുറച്ചുകൂടെ മുൻപേ ആയിരിക്കും. ഒരു 28 ഡേയ്സിന് നമ്മൾ 14 ഡേയ്സ് എന്ന് പറയുന്ന പോലെ 20 ഡേയ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ മുമ്പേ അവർക്ക് ഓവുലേഷൻ നടക്കും. ഈ സ്പേം 5 ദിവസം ലൈവായിട്ട് നമ്മുടെ ബോഡിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഓവുലേഷൻ നേരത്തെ നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൺസീവ് ആവാനുള്ള ഒരു സാധ്യതയും കൂടെ പീരീഡ്സ് ടൈമിൽ സെക്സ് ചെയ്താൽ ഉണ്ടാവുന്നതാണ്.